പോവാം. കമോൺ. അതെ അതെ അതെ. തിരിക്കട്ടെ. ഞങ്ങളുടെ റൂമിൽ ഇന്ന് ഒരാളും കൂടെ വന്നു. ഒരു കട്ടിൽ കൊണ്ടിട്ടുണ്ട്. ആരാ വരുന്നതെന്നൊന്നും അറിയില്ല. നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാ പറഞ്ഞു മാത്രമേ. നമ്മൾ എവിടെയാ പോണത്? തുണിക്കടയിൽ. എന്തിനാ പോകുന്നത്? പെട്ടി മേടിക്കാൻ. സാധാരണ തുണിക്കട പോണ തുണി എടുക്കാനാണ്. അയ്യോ നോക്കിയേ, പെട്ടെന്ന് നോക്കി. നിങ്ങൾ ആതിരക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് പെട്ടി, ഒരു കാലി പെട്ടിക്ക് വേണ്ടി കടകളായ കടകളിലേക്ക് തപ്പി 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 നടന്ന് അവസാനം ഒരു കടയിൽ കിട്ടി. ഈ കടയിൽ കിട്ടി കിട്ടി പെട്ടി കിട്ടി. ഓക്കെ, ഞങ്ങൾക്ക് പെട്ടി കിട്ടി. അവസാനം ഫൈനലി ഞങ്ങൾക്ക് പെട്ടി കിട്ടി. മിഷൻ കംപ്ലീറ്റ്. എന്താണ് പറയാ? ശരിയാ, പെട്ടി കിട്ടിയതിന്റെ സന്തോഷം. ഇനി ഞങ്ങൾ കവർ തപ്പി പോവാണ്. കവർ ഇനി ഇത് എന്തിനാണെന്ന് ചോദിക്കണമെങ്കിൽ ആതിര പറഞ്ഞുതരും എന്തിനാണ്. ബോയ് ഫ്രണ്ടിന് ഗിഫ്റ്റ് എടുക്കാനായിരിക്കല്ലേ? അല്ല, എന്റെ ബോയ് ഫ്രണ്ട് ഉള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ നിയമമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, വേറെ ആർക്കെങ്കിലൊക്കെ കൊടുക്കാം. അപ്പൊ സമയം വൈകി. സാധാരണ എടുത്തേക്കണം. സോറി, ഞാൻ പോവേണ്ട സമയം വൈകി. ഇവക്ക് പെട്ടി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നോക്കണം. ഈ ആദ്യം ഭയങ്കര സാധനം എടുത്തിട്ടില്ലേ? വെടവി കൂടെയൊക്കെയാണ് കൊണ്ടുപോകണം. അയ്യോ എന്താ ഓ, സാറ് ഞങ്ങളിന്ന് പഠിപ്പിച്ചു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്താണെന്ന് പഠിപ്പിച്ചു. അപ്പം ഞങ്ങൾ എന്താണ് ശരി ചിരിയാറിന് എടി അങ്ങോട്ട് നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അതിന് അതിന് അങ്ങോട്ടേക്ക് പോയി. മനസ്സിലായ? സ്ഥലത്തില്ലേ? ഇതാണ് വളഞ്ഞമ്പലം. നോക്കൂ, വളഞ്ഞമ്പലം അമ്പലം. കറക്റ്റ് വളഞ്ഞമ്പലത്ത് തന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞെത്തും. ഇനി അത്രയും കടകൾ നടന്നിട്ട് ആ മറ്റേ ലേഡീസ് സ്റ്റോഴ്സിൽ വക്കി ഗിഫ്റ്റ് പേപ്പർ കാണണ്ട. നീ അപ്പോഴൊന്നും ചോദിച്ചില്ലല്ലോ. ഇതേനെ ഫ്ലവർ ഇടാം ചോദിക്കും. ആ ബുക്ക് വാങ്ങിച്ചു കൊടുത്താലോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അതേ ഫ്ലവർ ഇടാം. എല്ലാ ഫ്ലവറും വെളുത്തിരിക്കും. എന്ത് പോവാ? പ്ലാസ്റ്റിക് പോവും. അത് ഇവിടെ ഉണ്ടാവില്ല, നാളെ വാങ്ങിക്കാം. അത് ഒറിജിനൽ പോവാണ്. ഇല്ല, നീ കവറിനല്ലേ വന്നത്? ഇവിടെ കവർ ചോദിക്കി. ഇവിടെ കവർ ഞാനിപ്പോ ബസ്സിലാണ്. ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് 4:30 ക്ലാസ് വിടും. ക്ലാസ് കഴിഞ്ഞിട്ട് ആതിര, എൻ്റെ കൂട്ടുകാരിയുടെ ആതിരക്ക് വേണ്ടിയിട്ട് ഒരു ബോക്സ് തപ്പി അടക്കാൻ വേണ്ടി പോയത്. നമുക്കൊരു ഗിഫ്റ്റ് പാക്ക് ചെയ്യണം. അപ്പോൾ ബോക്സ് ഇല്ല. നമുക്കൊരു ബോക്സ് തപ്പി കൊടുത്തപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പൂ വേണമെന്ന് പറഞ്ഞു. പ്ലാസ്റ്റിക്കിൻ്റെ പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത കവർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പുറകെ തപ്പി തപ്പി നടക്കരുത്. സമയമ്പോഴേക്ക് ഇനി വേറെ ബോട്ട് ചട്ടി, ഞങ്ങളുടെ ഇവിടെ എറണാകുളത്ത് ബോട്ട് ചട്ടി എന്ന് പറയും, അവിടെ പോയി ഇറങ്ങി. കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ബോട്ട് ചട്ടിയിൽ പോയി ഇറങ്ങി അവിടുന്ന് വേറെ ബസ് ഒരു 1.5 മണിക്കൂറുണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി. ഞാനിപ്പോൾ എത്തുമ്പോഴത്തേന് 7 മണിയൊക്കെ ആവും. ഇപ്പം 5 മണി കഴിഞ്ഞു. ബസ് എനിക്ക് കിട്ടി വീടെത്തുമ്പോഴേക്കും 7 മണിയാവും. ബൈ.